മോശം കാലാവസ്ഥയിലും ശിരൂരിൽ രക്ഷാദൗത്യം തുടരുമെന്നുള്ളതാണ് ഇന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. സാധ്യമായ പുതിയ വഴികൾ പ്രതികൂല കാലാവസ്ഥയിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് വിശദീകരിച്ചത്. ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഈ ദൗത്യം തുടരും എന്നുകൂടി ഈ യോഗത്തിന് ശേഷം ഇന്നിപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഒപ്പം കാർവാർ MLAയും കളക്ടറും ഉത്തരകന്നഡ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കും എന്നുള്ളതാണ്. ഏത് ഇടം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തേണ്ടത് എന്നതൊക്കെ കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കളക്ടറും പറഞ്ഞത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും സിഗ്നൽ കിട്ടി, ഇന്നും ശക്തമായ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ലോറിയുടേതെന്ന നിഗമനം. ഇപ്പോൾ ലോറി എവിടെയെന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് MLA ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത്. പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും. അതിനിപ്പോൾ ഒരു പരിഹാരമാവുകയാണോ? ഈ ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ എന്നുള്ള മെഷീൻ കൊണ്ടുവരുന്നതോടെ അതിന് പരിഹാരമാകും എന്നുള്ളത് അടുത്ത ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അത് പ്രതീക്ഷ നൽകുന്നതല്ലേ? അനുജ, ഇപ്പോൾ നമ്മളോടൊപ്പം ഉത്തരകന്നഡ SP നാരായൺ സർ ചേരുകയാണ്. സർ, വാട്ട് വാസ് ഫോർ യുവർ ലാസ്റ്റ് അപ്ഡേഷൻ, സർ? Since morning we are doing the radar survey of to know the entire river bed, how depth it is. And now after the satellite images we have given, sonar images have given, now Sri Indra Balan and team from Quickpay Services are identified 3 spots where in the center point there is a heavy metallic body. Definitely it is a truck. That was a fourth point, sir. Yeah, third point, and one fourth point will come because river is coursing is course is very heavy, so that bodies can drift. But we are only very worried about the lorry. So since that 8 knots speed is there in the river, we could not able to dive inside. But Navy is kept ready. Today, after this entire survey, Government of Karnataka, with the help of Honorable MLA Satish Shail of Uttarakhand, bringing one pontoon from Goa. It is on the way. At any moment it will come. So thing is, experts with NDRF, we are floating that pontoon next to the spot. So from that spot we try to anchorage the lorry and try to go inside. That is the action plan. Rivers are flowing very heavily, very speedily. Today also one of the rescue, our drone was went some side and boats are upside down. And a lot of efforts is happening, so our operations will continue. And yesterday night we already cleared entire mud of the backside of the hotel, so that we are also searched there if any bodies are there. But since big trees and all electrical poles, everybody fallen in the river, we have to search there, and we are taking the help of local fishermen also for expertise who can go there. But since the river is so rough, that is making us very hindrance. We pray God, and I hope the wishes of Kerala people will come true, so that the river calm down. Then we can dive there. Sir, now we are focusing on the third point. That's our prime concern. Yes, sir. Yes, surely. ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഉത്തരകന്നഡ SP M നാരായണനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഈ നദിയിലെ ഒഴുക്ക് അത് വളരെ കൂടുതലാണ്. നിലവിൽ ഇപ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് അത് സ്പോട്ട് 3 ആണ് എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നു. അത്തരത്തിലേക്ക് പുതിയ മെഷീനുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് കൂടിയാണ് SP നാരായണ വ്യക്തമാക്കി.